ഹായ്, നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കനകക്കുന്ന് പാലസിലേക്കാണ്. അവിടെ എക്സ്പോ 2025 നടക്കുകയാണല്ലോ. എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനും പിന്നെ നമ്മൾ നടന്ന് തളർന്നങ്ങ് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരിക്കാനും നല്ല തണലും നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മളിങ്ങനെ കയറി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നതായത് ഒക്ടോപസിനെ ഉണ്ടാക്കി വെച്ചേക്കുക. അത് പ്ലാസ്റ്റിക് കവറുകളുണ്ടല്ലോ, കവറ് വെച്ചിട്ട് അതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. നല്ല ഭംഗിക്ക് ഇങ്ങനെ ആക്കി വെച്ചേക്കുക. കവറാന്ന് പറയത്തേ ഇല്ല. ദേ ഇത് കണ്ടോ, ഉപയോഗശൂന്യമായ കുറേ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് വെച്ചിട്ട് കൂണുണ്ടാക്കി വെച്ചേക്കുന്നു. നല്ല ഭംഗിയാണ്. ദൂരെ നിന്ന് നോക്കിയാലേ ഇത് ബോട്ടിലുകളാണെന്ന് പറയത്തേ ഇല്ല. ഈ ബട്ടർഫ്ലൈ നോക്കിയേ, നമ്മൾ ഈ 1 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന കവറില്ലേ, ആ കവറ് കൊണ്ടാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല ഭംഗിക്ക് ചെയ്തു വെച്ചേക്കുക. നോക്കിയേ, ദൂരെ നിന്ന് നോക്കിയിട്ട് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് കവറുകൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. എന്ത് ഭംഗിക്ക് ചെയ്തു വെച്ചേക്കുന്നു അല്ലേ. ഇത് കണ്ടോ, കുറച്ച് മീനുകൾ ഉണ്ടാക്കി വെച്ചേക്കുക. ഒരെണ്ണം അങ്ങനെ ചരിഞ്ഞ് വീണ് പോയി. കുപ്പികളുടെ അടപ്പും പിന്നെ വേണ്ടാത്ത ബാഗുകളുണ്ടല്ലോ, മീനിൻ്റെ ചെകിളയൊക്കെ ബാഗാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുക. ഇത് കണ്ടോ, ഒരു വീട്ടിൽ ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളും ഇതാ ഇതിനകത്തുണ്ട്. ഒരു ഷാർക്ക് പോലെ തോന്നുന്നത്. വായ തുറന്നിങ്ങനെ വെച്ചേക്കുക. വായൻ്റെ അകത്തുമൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്താന്ന് അവിടെ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അടുത്താരെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചുമില്ല. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഇരിക്കുക. അപ്പോൾ മോൾക്കത് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചു. പിന്നെ വെള്ളവും വാങ്ങി അതും വാങ്ങി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നടന്നു ഒരു മരച്ചുവട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു കടൽ കുതിര ഉണ്ടാക്കി വെച്ചേക്കുന്നു. അവിടെ കുറേ നേരം നമ്മൾ വിശ്രമിച്ചു. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ആമ്പൽക്കുളമുണ്ട്. അതിൽ നല്ലൊരു പൂവും ഉണ്ട് കേട്ടോ.
നമ്മൾ വിശ്രമിച്ച ആ മരം ഉണ്ടല്ലോ, അത് മഞ്ചാടി മരമായിരുന്നു. താഴെ ഒന്ന് നോക്കിയപ്പോൾ ആ പുല്ലിൽ നിറയെ മഞ്ചാടിക്കുരു ഇങ്ങനെ കിടക്കുക, വാരി വിതറിയ പോലെ. മോൾ ഒത്തിരി അത് നുള്ളി പറക്കുവാണേ. അവിടെ ആ പുല്ലിലൊന്നും ചവിട്ടാൻ പാടില്ലായിരുന്നു, ഞങ്ങൾക്കതൊന്നും അറിയത്തില്ലായിരുന്നു. വാച്ച്മാൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ഇങ്ങനെ ചവിട്ടാൻ പാടില്ല, അങ്ങ് കയറി നിൽക്കുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാലും അവൾ കുറേ പറക്കി. ഞാനൊരു കാര്യം കാണിച്ചു തരാമേ. ഇതാ ഇതിനകത്ത് കണ്ടോ, ആ തോട് ഇളകിയിട്ട് മഞ്ചാടി അങ്ങനെ നിറയെ ഇരിക്കുക. നല്ല ഭംഗിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. എനിക്കങ്ങ് അതിശയമായിപ്പോയി. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കിടക്കുന്ന കണ്ടിട്ടേ ഉള്ളൂ. മരത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല. ഇത് കണ്ടോ, ആമ ഉണ്ടാക്കി വെച്ചേക്കുക. നിറയെ ബാഗുകളാ. ഈ നാട്ടിലെ എല്ലാ വീടുകളിലെയും പഴയ ബാഗുകളിൽ ഇതാ ഈ ആമയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ചുറ്റി കറങ്ങി കണ്ടു. എന്നിട്ട് ഇതാ അടുത്ത മരത്തിൻ്റെ ചുവട്ടിലെത്തി. ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കുറേ സമയം ഇരുന്നു. നല്ല കാറ്റായിരുന്നു. ചൂടാണെങ്കിലും നല്ല കാറ്റ് കൊണ്ട് നമ്മൾ അധികം തളർന്നു പോയില്ല. ഈ മരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൻ്റെ ഈ ചില്ലകളുണ്ടല്ലോ, അതിങ്ങ് താഴ്ന്നു വന്നിട്ട് താഴെ വന്ന് വീണ്ടും വേരോടി മുകളിൽ ഓരോ മരമായിട്ട് തന്നെ അങ്ങ് പോയേക്കുക. ഞാനിതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നേ. ഇതെല്ലാം ഇങ്ങനെ കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. മോളും വിശക്കുന്നു എന്ന് പറയുമായിരുന്നു. പിന്നെ നമ്മളങ്ങ് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.